മലയാളികൾക്ക് ഏറെ അഭിമാനകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ഖ്യാതിക്ക് നിമിഷങ്ങൾക്കകലെയാണ് അനിൽ മേനൻ. സോയൂസ് MS-29 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യപ്പെട്ടു. By the flight controllers in Korolyov as we stand by for contact and capture of the International Space Station. 5 метров. 5 meters. Ожидаем касания. Waiting for contact. Собрана мишень. Target is in the center. Contact confirmed. We have contact, docking ring refreshed. Capture confirmed. Copy. At 12:52 p.m. Central Time, 1:52 p.m. Eastern Time, Soyuz has reached the International Space Station after a flight of 3 hours and 4 minutes in duration. Let's switch to SSVP. Docking occurring over the Mediterranean at an altitude of 260 statute miles. ന്യൂസ് ഡെസ്കിൽ നിന്നും ജിജിൻ ജയപാലാണുള്ളത്. ജിജിൻ, ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്നു. ഒരു 90 മിനിറ്റ് നേരത്തെ സമയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനിയുള്ള ഏറ്റവും നിർണായകമായ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? അനശ്വര, ഇനിയുള്ളത് ഈ പേടകത്തിൽ നിന്ന് ബഹിരാകാശ യാത്രികർ നിലയത്തിലേക്ക് ഇറങ്ങുക എന്ന ഒരു നടപടി മാത്രമാണുള്ളത്. അത് പക്ഷേ എളുപ്പത്തിൽ കഴിയുന്ന ഒന്നല്ല. ആ പ്രദേശത്തെ വായുമർദ്ദം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള വാതക ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിനുള്ള സമയമാണ് ഈ നിമിഷങ്ങൾ. ഈ നിമിഷം കഴിഞ്ഞതിന് ശേഷം ചരിത്രം കുറിച്ചുകൊണ്ട് ആദ്യ മലയാളിയായി അനിൽ മേനോൻ ബഹിരാകാശ നിലയത്തിലേക്ക് കാൽവയ്ക്കും. അത് ചരിത്രത്തിലേക്കുള്ള കാൽവയ്പ് കൂടിയാണ്. എന്തായിരുന്നാലും എല്ലാം ഉറപ്പിച്ചിരുന്നത് പോലെ തന്നെ, എല്ലാം നിശ്ചയിച്ച പോലെ തന്നെ നടന്നു. കൃത്യം 11:26 ഇന്ത്യൻ സമയത്ത് തന്നെ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായി. ഏകദേശം 3 മണിക്കൂറോളം 16 സൂര്യാസ്തമയങ്ങൾ കണ്ട ആ സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിൽ കൃത്യമായി തന്നെ എത്തി. യാതൊരുവിധ തകരാറുകളോ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ഉണ്ടായതായി സൂചനയില്ല. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ യന്ത്രസഹായത്തോടു കൂടി തന്നെയാണ് ഡോക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലിലൂടെയുള്ള ഡോക്കിംഗ് എല്ലാം നടന്നിരിക്കുന്നത് യന്ത്രസഹായത്തോടുകൂടി നിശ്ചയിച്ചുറപ്പിച്ച തരത്തിലുള്ള ഡോക്കിംഗ് പ്രക്രിയ തന്നെയാണ് പൂർത്തിയായതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് പരിശോധനകൾക്കും പരീക്ഷണങ്ങളുടെയും കാലമാണ്. ആരോഗ്യരംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന അനിൽ മേനോനെ സംബന്ധിച്ച് കൂടുതൽ പരീക്ഷണങ്ങൾക്കുള്ള, അല്ലെങ്കിൽ പുതിയ ബഹിരാകാശ മേഖലയിലെ പുതിയ കണ്ടെത്തലുകൾക്കുള്ള അവസരം കൂടിയാണ്. അല്ലെങ്കിൽ പുതിയ ഇനി വരുന്ന സഞ്ചാരികൾക്കുള്ള ചുവടുവയ്പ്, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും എല്ലാം തന്നെ ബഹിരാകാശ നിലയത്തിൽ നടക്കും. അടുത്ത വർഷം മാർച്ച് അവസാനത്തോടു കൂടിയായിരിക്കും ഈ സംഘം മടങ്ങി വരിക. അതുവരെ അവിടെ പരീക്ഷണങ്ങൾ നടക്കും, പഠനങ്ങൾ നടക്കും. എല്ലാ തരത്തിലുമുള്ള വിജയം തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. 3 ബഹിരാകാശ സഞ്ചാരികളും വിജയകരമായി അവരുടെ യാത്ര പൂർത്തിയാക്കി ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു. ഇനി ബഹിരാകാശ നിലയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക എന്ന് പറയുന്ന ചെറിയ നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഏകദേശം ഇന്ത്യൻ സമയം 1:15 ഹാച്ചിങ് പ്രക്രിയ പൂർത്തിയാകും. അതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ പരിശോധനകളുമാണ് ഇപ്പോൾ നടക്കുന്നത്. പേടകം ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതുവരെ അണുവിട വ്യത്യാസമില്ലാതെ, കടുകിട വ്യത്യാസമില്ലാതെ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ച ശാസ്ത്രലോകം കാത്തിരിപ്പുണ്ടായിരുന്നു. കേരളത്തിൽ ഇവിടെ ഒറ്റപ്പാലത്ത് ആയിരക്കണക്കിന് മലയാളികൾ കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വിജയകരമായ ഒരു ദൗത്യം അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി പേടകത്തിൽ നിന്ന് അനിൽ മേനോൻ ഇറങ്ങുക മാത്രമാണ് ബാക്കിയുള്ളത്. അതുതന്നെയാണ്. എന്തായാലും അനിൽ മേനൻ ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ഖ്യാതിയിലേക്ക് എത്തുകയാണ്. ഒപ്പം മറ്റു ബഹിരാകാശ സഞ്ചാരികളുമുണ്ട്. നാസയുമായി സംസാരിക്കുന്ന ഒരു സന്ദേശം അനിൽ മേനോന്റെ പുറത്തെത്തുകയാണ്. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും കുറച്ചു നേരം കൂടി കാത്തിരിക്കുക എന്നുള്ളതാണ്.